ഈ കാണുന്ന ഈ ഒരു പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയോ? നമുക്ക് വളരെ സുപരിചിതയായ ഒരു ആളുടെ മകളാണിത്. ഈ ഫോട്ടോ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് ഇത് ഏതോ ഒരു ഗ്ലാമർ ആയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യയിലെ ഒരു ഫാഷൻ ഷോയോ. നമ്മൾ പണ്ടൊക്കെ ഈ ഫാഷൻ ഷോ ഒക്കെ ടി വിയിൽ കാണുമ്പോൾ ഇങ്ങനെയുള്ള വസ്ത്രധാരണമൊക്കെ ധരിച്ചൊക്കെ ഓരോരുത്തരൊക്കെ വരാറുണ്ട്. അത് നമ്മുടെ ഔട്ട് ഓഫ് ഇന്ത്യയിലുള്ളത് ഇന്ത്യക്കാരും ഉള്ളതുണ്ട്. പക്ഷെ കേരളത്തിൽ ആരും ഇതേ കണക്ക് വസ്ത്രധാരണം ധരിച്ചൊന്നും അങ്ങനെ അധികം ഒന്നും കണ്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ മകളാണിത്. അച്ഛനും അമ്മയും വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. അത് അങ്ങനെ ഫേമസ് ആയി മക്കൾക്ക് ഓവർ ഫ്രീഡം കൊടുത്ത് വളർത്തിയ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകളാണിത്. ഞാൻ അവരുടെ അച്ഛനെയും അമ്മയെയും ഇവിടെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒരു ഒറ്റ അടി വെച്ച് 32 പടി താഴെ കിടക്കും. അതാണ് മാറ്റം. അമ്മയെ കണ്ടല്ലോ, അച്ഛനെ കാണണ്ടേ? അച്ഛനും വളരെ ഫേമസും പ്രശസ്തനായ ഒരാളാണ്. അച്ഛനെ കൂടെ കാണാം. എല്ലാരും ഒരു കാര്യം ചോദിച്ചായിരുന്നു എന്നോട്, സുജിത് വാസ്തവ് എവിടെയെന്ന്. കൊറേ പേര് ചോദിച്ചായിരുന്നു സുജിത് വാസ്തവിന് കൈ കെട്ടി ഗായ്സ്. നമുക്ക് അച്ഛൻ ഭയങ്കര തിളകളായിരുന്നു. ഈ പെൺകുട്ടിയാണോ ആ പെൺകുട്ടി? ഈ പെൺകുട്ടിക്ക് നന്നായിട്ട് വസ്ത്രം ധരിക്കാനൊക്കെ അറിയാം. അപ്പൊ അല്ലേ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് എന്തിനാണ് ഈ മഞ്ജു പിള്ള ഇങ്ങനെ മക്കളെ വളർത്തുന്നത്? പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും ഫ്രീഡം ആവശ്യമാണ്. വസ്ത്രധാരണവും ഇന്നത്തെ കാലത്ത് ഫ്രീഡം ആയിട്ടുള്ള ഒരു കാര്യധാരണ. വസ്ത്രധാരണത്തിന് നമുക്ക് ഫ്രീഡം ഇല്ലേ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ വസ്ത്രധാരണത്തിലെ ഫ്രീഡം എന്ന് പറയുന്നത് അത് മറ്റൊരാൾക്ക് അരോചകമാവുന്ന രീതിയിലുള്ള ഫ്രീഡം ആവരുത്. ഇത് കുറച്ചുകൂടി പോയില്ലേ മഞ്ജു പിള്ളയെ? ഒരു മോളെ മഞ്ജു പിള്ളയ്ക്ക് ഉള്ളൂ. എന്നിട്ട് മഞ്ജു പിള്ള ഒരു മോളെ വളർത്തി വെച്ചേക്കുന്നത് എന്തിനാണ് ഇത്രയും കൂടെ ഇട്ടിട്ട് അവര് ബുദ്ധിമുട്ടുന്നത്? കുറച്ചുകൂടെ അങ്ങ് കാണിച്ചൂടെ? ഈ ഫുൾ അങ്ങ് ഓപ്പൺ ആക്കി കാണിച്ചൂടെ? എന്തിനാണ് ഇത്ര വസ്ത്രം അവിടെ ഇവിടെയും എത്താത്ത രീതിയിലൊക്കെ ഇട്ട് കാണിക്കുന്നത്? മഞ്ജു പിള്ളയൊക്കെ ഘോരം പലതിനകത്തും സംസാരിക്കും എടുക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതായത് കുട്ടികൾക്ക് ഫ്രീഡം കൊടുത്ത് വളർത്തണം. ഞാൻ എൻ്റെ കുട്ടിയെ ഫ്രീഡം കൊടുത്താണ് വളർത്തിയത്. ഇത് കുറച്ച് ഓവറായി പോയില്ലേ? ഞാൻ ഈ ഫോട്ടോയും വീഡിയോയും കാണാനായിട്ട് ഇടയായത് യൂട്യൂബ് ഇങ്ങനെ തോണ്ടി ഇരുന്ന സമയത്ത് നമ്മുടെ ഷെഫീന താത്തയുടെ വീഡിയോയിലാണ് കണ്ടത്. എൻ്റെ ദൈവമേ, അവർ പറയുന്നതൊന്ന് കേൾക്കണം. അവർ പറയുന്ന കണക്കൊന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ എനിക്ക് പറയാൻ പറ്റാത്തത് പക്ഷെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കത് പറയാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഷെഫീന താത്ത പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ഈ പെൺകുട്ടിയെ കുറിച്ച്. ഇന്നും സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ മാത്രമാണ്. എത്ര പറഞ്ഞാൽ നിനക്കൊക്കെ മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് നിനക്കൊക്കെ എന്താ മനസ്സിലാക്കാത്തത്? ഈ ഒരു മെറ്റീരിയൽ ആണോ? നോ കോമൺ സെൻസ്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? ഇതിനെയാണോ ഫെമിനിസം എന്ന് പറയുന്നത്? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകളോട് ചോദിച്ചു നോക്ക്. വീട്ടിൽ ചെന്നിട്ട് വേണം ചോറും കറിയും വെക്കാൻ. അവിയൽ ഉണ്ടാക്കണം, സാമ്പാറിന് ഉണ്ടാക്കണം, കൊച്ചുകളെ തുണി ഇടണം, നാളത്തെ യൂണിഫോം അലക്കി വെക്കണം, ബുക്കുകൾ അടുക്കി വെക്കണം, വീട് തൂക്കണം, അമ്മാവനോ അമ്മായിയോ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്നെടുത്ത് കൊടുക്കണം. ഒരു കാര്യം ചെയ്യണം, എനിക്ക് കുളിക്കണം, ചൂടുവെള്ളം എടുത്ത് കുളിച്ചാൽ കുറച്ച് കംഫർട്ട് കിട്ടും. പക്ഷെ അതിനുള്ള സമയമില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം. അപ്പോഴും ഭർത്താവ് വരും, ബാ നമുക്കൊന്ന് കളിക്കാം. ഇതിലൊക്കെ വില്ലിക്കാൻ വേണ്ട ഓട്ടപ്പാച്ചിൽ ഭ്രാന്തെടുത്ത് ഓടുന്ന ഓരോ വീട്ടമ്മമാരും ഫേസ് ചെയ്യുന്നതാണ്. അതിന്റെ ഇടയിൽ കൂടെ വരുന്ന ആ കൈകൾ, തോണ്ടൽ, അതൊരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷജന്തുക്കളാണ്, വേഷജന്മങ്ങളാണ്. പറഞ്ഞാൽ തിരിയത്തില്ലയോ? ഇതും നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ള? ഒന്നല്ലേ ഉള്ളൂ, 10-15 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല. അവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങൾ, ഇരിക്കട്ടെ. അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങൾ. കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര ചമ്പവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി. എന്നിട്ട് വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. അവളെ കമന്റ്സ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് ഇതിൽ അവള് പിന്നെ ഇതായിട്ടാണ് ഇട്ടിരിക്കുന്നത്. കോലം കണ്ടില്ലേ? എന്തിനാടി അതും കൂടെ മറച്ചു വെക്കുന്നത്? നീ അതും കൂടെ തുറന്ന് കാണി. ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് വന്ന കമന്റ്. ആഗ്രാമിൽ നിന്ന് പൈസ കിട്ടുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഓരോന്നും അതിന്റെ ഒരു കോപ്പി പോലെ ഫേസ്ബുക്കിലേക്ക് ഇതാവും. ഫേസ്ബുക്കിൽ നിന്ന് മണി കിട്ടുന്നുണ്ടോ? ആൻഡ് പിന്നെ മണി കിട്ടാനല്ലെങ്കിൽ പിന്നെ നീ എന്തിനായി തുറന്ന് കാണിക്കുന്നത്? അത് കമന്റ് എന്താണെന്ന് അറിയാം. പൈസയ്ക്ക് വേണ്ടി എന്തും കാണിക്കാമെന്ന് മനസ്സിലായി. കമന്റുകൾക്ക് അവൾ കൊടുക്കുന്ന മറുപടിയാണ്, പ്ലീസ് ഷോ സം ലവ് മൈ ലവ്ലീസ്. അതിന്റെ കമന്റിന് ആധാരമായ ആ ഒരു ക്യാപ്ഷൻ നമ്മൾ ഇട്ടിട്ട് അത് ഷെയർ ചെയ്യാനും കമന്റിന് ആധാരമായ കാര്യം കേൾക്കണ്ടേ? ദൈവം ശരീരം തന്നത് നാട്ടുകാർക്ക് കണ്ട് ആസ്വദിക്കാനാണോ? ഇതുപോലെ മാരണം കാണിച്ചും അതിന്റെ വലിപ്പം കാണിച്ചും എന്ത് സുഖമാ ഇത് കാണിക്കുമ്പോൾ കിട്ടുന്നേ? പണ്ട് കാലത്ത് മറയ്ക്കാൻ വേണ്ടി പോരാടിയ പെണ്ണുങ്ങളൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ലജ്ജിക്കും. കറക്റ്റ്, ഫാഷൻ ഒക്കെ ആകാം. ഇതൊക്കെ കാണുമ്പോൾ പെണ്ണായ ഞാൻ പോലും ആദ്യം നോക്കുന്നത് അവിടേക്കാണ്. അപ്പൊ ആണുങ്ങളുടെ കാര്യം പറയണത് ആർഷ, അത് കറക്റ്റാണ്. അവിടെ എന്തെങ്കിലും തടിപ്പോ മഴപ്പുണ്ടെന്നായിരിക്കും സ്ത്രീ ഭാഗത്ത് നിന്ന് നോക്കുന്നത്. ഇത് തന്നെയല്ലേ ആണുങ്ങൾ നോക്കുന്നുണ്ടാവുക. ഞാൻ അടുത്തത്, ഇത് മോളുടെ അച്ഛൻ കണ്ടാൽ അദ്ദേഹം ഒരുപാട് ഹാപ്പി ആയിരിക്കും. എക്സാക്ട്ലി, അച്ഛനും ഇത് കാണണം. മോളെ അച്ഛന്റെ മുമ്പിൽ പോയി തുണിയില്ലാണ്ട് നിന്ന് കാണിച്ചോറി. അച്ഛൻ കാണട്ടെ മകൾക്ക് ഇങ്ങനെ ചാമാനം ഉണ്ടെന്ന്. നാട്ടിലുള്ള ആണുങ്ങളെ വലിപ്പിക്കാൻ നീ അച്ഛനെ കാണിച്ചോറി. എന്റെ അച്ഛൻ നിങ്ങളുടെ റീൽ കണ്ട് ഡിപ്രഷനിലായി. ഓ കഷ്ടം തന്നെ.
അവളാ കമന്റ്സിനെ കളിയാക്കിക്കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ. ഷെബീന താത്ത പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് വിളിച്ച് പറയണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് സത്യമായിട്ടാണ് തോന്നുന്നത്. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നമ്മുടെ കേരളം എന്നല്ല ഇന്ത്യയിൽ തന്നെ വസ്ത്രധാരണത്തിന് ഫ്രീഡം ഒക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് ഈ രീതിയിലുള്ള വസ്ത്രധാരണം നടത്തിയിട്ട് പിന്നെ പീഡനങ്ങളാവുന്നു, അവിടെയാവുന്നു, ഇവിടെയാവുന്നു. ഇവരൊന്നും ഈ ന്യൂസ് ഒന്നും കാണുന്നില്ല. ഇവരൊക്കെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരൊക്കെ അല്ലേ, അപ്പോൾ കാണുന്നില്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ? അപ്പോൾ പിന്നെ ഈ രീതിയിലൊക്കെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ എന്താ കിട്ടുന്നത്? അവരുടെയൊക്കെ അവർ പറഞ്ഞത് കണക്ക് സ്വന്തം അച്ഛൻ കാണുന്നതല്ലേ ഈ ഫോട്ടോസൊക്കെ. അത്രയെങ്കിലും ആ പെൺകുട്ടിക്ക് ഒന്ന് വിചാരിച്ചൂടെ? അത് ചിലവർക്കൊക്കെ ഉണ്ടല്ലോ പൈസയും അറിവും വിദ്യാഭ്യാസമൊക്കെ കൂടി പോയി കഴിഞ്ഞാലും പ്രശ്നമായിട്ട് വരും. പിന്നെ അവർക്കൊക്കെ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതൊന്നും ഒരു ഇതുമില്ല. അവരുടെയൊക്കെ ഒരു വിചാരം ഈ ഒരു പെൺകുട്ടികളുടെയൊക്കെ, അതായത് അച്ഛൻ പ്രശസ്തിയിലുള്ളത്, അമ്മ പ്രശസ്തിയിലുള്ളത്, അപ്പൊ ആ കുട്ടിയുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശസ്തി ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീര പ്രദർശനം നടത്തി പ്രശസ്തി ആവാന്ന്. എൻ്റെ പെങ്കൊച്ചെ, നിന്റെ അച്ഛനും അമ്മയും പ്രശസ്തിയായിട്ടുള്ളതല്ലേ, ആ വഴിക്കെങ്ങാനും പോയി നിനക്കും പ്രശസ്തിയിൽ ആയാൽ പോരെ? ഈ ശരീരത്തെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളഞ്ഞ് നാട്ടുകാരെ നിന്റെ ശരീരം കാണിച്ചിട്ടാണോ പ്രശസ്തി ആവുന്നത്? എന്താ ഈ കുട്ടി ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെ ഒന്നൊന്നൊന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിൽ, ഇത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഫോട്ടോസാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഫോട്ടോസൊക്കെ ഇടുമ്പോഴത്തേന് നിങ്ങൾക്ക് എന്ത് പ്രശസ്തിയാണ് കിട്ടുന്നത്? നാണക്കേട്. ഇവർക്ക് ഈ തള്ളയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? ഈ മഞ്ജുപിള്ളയ്ക്ക് ഇങ്ങനെയുള്ള വസ്ത്രധാരണം ധരിച്ചിട്ട് ഇങ്ങനെയുള്ള ഫോട്ടോഷൂട്ടൊന്നും ചെയ്യരുതെന്ന്. എന്ത് വൃത്തികെട്ടതായിട്ടുള്ള രീതിയിലാ. ഇനി ഈ പെൺകുട്ടി വേറൊരു റീല് ചെയ്തിട്ടുണ്ട്. നൈറ്റി ഇട്ടുകൊണ്ട് ഓട്ടോയിൽ പോകുന്നത്. അതായത് സാധാരണഗതിയിൽ നൈറ്റിയൊക്കെ നമ്മൾ വീട്ടിലല്ലേ ഇടുന്നത്. ഈ പെൺകുട്ടി നൈറ്റി ഇട്ടുകൊണ്ട് വെളിയിൽ പോയി, നൈറ്റിയും വെളിയിൽ ഇടാൻ പറ്റുന്ന ഒരു വസ്ത്രധാരണം ആണ്, ഡ്രസ്സാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നൈറ്റി ഇട്ടുകൊണ്ട് പോയി. അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പം അതൊക്കെ കൊള്ളാം, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇത് കുറച്ച് ഓവറായിപ്പോയി. ഇതേ കണക്കുള്ള ഒരുപാട് ഫോട്ടോസുകൾ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കിടപ്പുണ്ട്. എന്താണോ എന്തോ അത് ഉദ്ദേശിക്കുന്നത്. ഈ നൈറ്റി ഇട്ടുകൊണ്ടുള്ള ഈ ഓട്ടോയിൽ കയറിയിട്ടുള്ള അത് കുഴപ്പമില്ല, ഓക്കെ, നമുക്കൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്ത് കഴിഞ്ഞാലും ആളുകൾ ശ്രദ്ധിക്കും. ഈ ഡ്രസ്സ് ഉരിഞ്ഞു കളഞ്ഞിട്ട് ആളുകളുടെ ശ്രദ്ധ പിടിച്ച് പറ്റേണ്ട കാര്യമുണ്ടോ? എൻ്റെ പൊന്നു പെങ്കൊച്ചേ, അത്രയ്ക്ക് എനിക്ക് ആ ഫോട്ടോസ് കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് അങ്ങോട്ട് പറയണമെന്ന് തോന്നിക്കൊണ്ട് പറയുന്നതാ. ഇവളുമാർക്കൊക്കെ നിങ്ങൾ എന്നെ വല്ലതും ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവിടെയൊക്കെ വേണം ചെയ്യാനായിട്ട്. പാവപ്പെട്ട നല്ല മാന്യമായിട്ട് വസ്ത്രധാരണവും കഴിച്ച് മാന്യമായിട്ട് നടക്കുന്ന കുട്ടികളെ, പാവപ്പെട്ട കുട്ടികളെയൊക്കെ വിട്ടിട്ട് ഇവളുമാരുടെ തന്തയും തള്ളയും പ്രശസ്തിയിൽ അതിൻ്റെ അഹങ്കാരമാണ് ഈ കാണിക്കുന്നത്. പൈസയ്ക്ക് കുഴപ്പമില്ല, ആഹാരത്തിന് കുഴപ്പമില്ല, വസ്ത്രത്തിന് കുഴപ്പമില്ല, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഈ പെൺപിള്ളേർക്കൊന്നും ഇല്ല. അതിൻ്റെയൊക്കെ അഹങ്കാരമാണ് ഈ കാണിക്കുന്നത്. അല്ലാതെ പിന്നെ എന്തോ പറയാൻ? നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ പെൺപിള്ളേരൊക്കെ കാണിക്കുന്ന അഹങ്കാരവും തോന്നിവാസവും അല്ലാതെ പിന്നെ എന്താണ്? ഇതെനിക്ക് കുറെ അവളുമാരുണ്ട്. ഷെബീന താത്ത പറഞ്ഞില്ലേ, അയ്യോ എനിക്കൊന്നും പറയാൻ വയ്യ, ഞാൻ നീ പറയുന്നില്ല. അവർ പറഞ്ഞില്ലേ അത് കണക്ക് ഇങ്ങനെ നടക്കുന്ന കുറേ സ്ത്രീകൾ ഉണ്ട്, സ്ത്രീകളെ തന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്. പണ്ടത്തെ കാലമൊന്നുമല്ല. ഞാനതല്ല ആലോചിക്കുന്ന, പണ്ട് ഈ മാറുമറയ്ക്കൽ സമരമൊക്കെ ചെയ്ത അവരൊക്കെ ഇപ്പം ആരായി? എന്തിനാണോ എന്തോ അവരൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് അങ്ങനെയുള്ള സമരമൊക്കെ ചെയ്ത് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തത്, മാറ് മറയ്ക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തത്. ഇന്നത്തെ കാല പെണ്ണുങ്ങൾക്ക് അത് വേണ്ട, എനിക്ക് ആ മാറ് മറയ്ക്കാനൊന്നും ആ അവകാശം വേണ്ട, എൻ്റെ മാറ് ഞാൻ മറയ്ക്കൂല എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾ നടക്കുന്നത്. എൻ്റെ ഭഗവാനെ, എവിടെ വയ്ക്കാ പോകുന്നത് ഈ ലോകം? ഇങ്ങനെയൊക്കെ ഈ പെൺപിള്ളേർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഈ റേപ്പും ഇതൊക്കെ ഇങ്ങനെ കൂടി വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാർ പിള്ളേരായാലും ആൺകുട്ടികളായാലും ഇങ്ങനെയൊക്കെ ഉള്ളവളുമാരുടെയൊക്കെ ശരീരങ്ങളൊക്കെ കണ്ട് പാവപ്പെട്ട പെൺപിള്ളേരുടെയൊക്കെ മെക്കിട്ട് കയറാൻ ചെല്ലുന്നുണ്ട് അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ നിങ്ങൾ? യോജിക്കുന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ പറയണേ. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.